ചിത്രകലയിൽ അഭിരുചിയുള്ള രണ്ട് സഹോദരന്മാർ. ഇരുവരുടെയും ജീവിതത്തിൽ ദാരിദ്ര്യം എന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു. ആര് ചിത്രകല പഠിക്കാനായിട്ട് പോകണമെന്ന് ഒരു ടോസിലൂടെ തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. ടോസിൽ ചേട്ടായി ചിത്രകല പഠിക്കാനായിട്ട് പാഠശാലയിലേക്ക് പോകുന്നു. അനിയൻ കൽക്കരിക്കനിയിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കി ചേട്ടനെ പഠിപ്പിക്കുന്നു. 4 വർഷത്തിന് ശേഷം ചേട്ടൻ തിരികെ എത്തുമ്പോൾ വീട്ടുകാരൊരുക്കിയ വലിയ വിരുന്നിനിടയിൽ ചേട്ടൻ അനുയായിയോട് പറയുകയാണ്, ഇനി നിന്റെ ഊഴമാണ്. നിറഞ്ഞ മിഴികളോടെ അനിയൻ ചേട്ടായിയോട് പറഞ്ഞു, കൽക്കരിക്കനിയിലെ ജോലികൾക്കിടയിൽ എൻ്റെ കൈകൾ ചതഞ്ഞും ഒടിഞ്ഞും വികൃതമായിരിക്കുന്നു. ഇനി ഈ കരങ്ങൾ കൊണ്ട് ഒരു പെൻസിൽ പോലും പിടിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചങ്കിൽ തറഞ്ഞ ആ വാക്കുകൾക്കടയാളമായി ആൽബ്രക്റ്റ് എന്ന ചേട്ടൻ അനിയനായ ആൽബർട്ടിനു വേണ്ടി വരച്ച വിശ്വപ്രസിദ്ധമായ ചിത്രമാണ് പ്രേയിങ് ഹാൻഡ്സ്. നമ്മുടെ ജീവിതത്തിലും കാണും ഇത്തരം ചില നല്ല ഓർമ്മകൾ. ചേട്ടന്റെ വളർച്ചയ്ക്ക് വേണ്ടി അനിയൻ സഹിച്ച ചില കഷ്ടപ്പാടുകൾ, ചേച്ചിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹോദരങ്ങൾ കണ്ണടച്ചു കളഞ്ഞ ചില നല്ല സൗഭാഗ്യങ്ങൾ. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ.